ഗണപതയെ നമഃ എന്ന് എഴുതാനുള്ള മഹാമന്ത്രം. അതിൽ സരസ്വതിയുണ്ട്, ഗണങ്ങളുണ്ട്. ഗണപതി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാഗണപതിയെ പൂജിക്കാൻ ഈ ഭൂലോകത്തിൽ ഒരു ദേവന്മാർക്ക് പോലും സാധ്യമല്ല എന്നാണ്. ആദിത്യ വിശ്വസോ തുഷിതാഭാസ്വരാനിലാഹ മഹാരാജക സാധ്യാശ രുദ്രാശ ഗണദേവത. 422 ദേവന്മാരുടെ മഹാശക്തി കൂടിയതാണ് സാക്ഷാൽ മഹാഗണപതി. അത് സാക്ഷാൽ പരബ്രഹ്മമാണ്. അതാണ് മഹാഗണപതിയെ പൂജിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തളിച്ചുമെഴുകിയ നിവേദ്യം എന്നാ പറയാ തന്ത്രശാസ്ത്രം. ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ വിവാഹത്തിന് പോലും മഹാഗണപതിയെ പൂജിച്ചു എന്ന് ചരിത്രം പറയുന്നു, മുൽഗപുരാണം. ഇതാണ് സമൂഹവാചക ശബ്ദ. അതുകൊണ്ടാണ് ആ മഹാഗണപതിയുടെ രൂപത്തിന് ഇത്രയും വ്യത്യസ്തത വന്നത്. കണ്ണിനനുസരിച്ചല്ല മൂക്ക്, മൂക്കിനനുസരിച്ചല്ല വായ്, വായനനുസരിച്ചല്ല കൊമ്പ്, കൊമ്പ് ഒടിഞ്ഞു കൊമ്പ്. ഇതിനൊക്കെ മഹാതത്വങ്ങൾ കൊള്ളിച്ചിട്ടാണ്. അതിനനുസരിച്ചല്ല വയറ്. ഇതൊക്കെ വിശ്വസിക്കാം. ഇതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഒരു കൊച്ചെലിയാണെന്നൊക്കെ പറഞ്ഞാൽ വിരോധാഭാസം എന്നല്ലേ മറ്റുള്ളവർ പറയുള്ളൂ. എന്നോടൊരു പുരോഹിത അച്ഛൻ ചോദിച്ചതാണ് ഇതിനെപ്പറ്റി. ഞാൻ 3 ദിവസം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ മഹാഗണപതിയെ പറ്റി പ്രഭാഷണം നടത്തിയത് എനിക്ക് മതിയായില്ല, അവർക്കും മതിയായില്ല. അതാ വിഷയം. ഇരിക്കട്ടെ. നമ്മളുടെ വിഷയം ക്ഷേത്ര വിഷയം, ക്ഷേത്ര സങ്കല്പവും അതിന്റെ ആചാരോപചാരങ്ങളും ആരാധനയും പറ്റി പറയാനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഈ വിഷയത്തിൽ വലിയ പണ്ഡിതനൊന്നും അല്ലെങ്കിലും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രം എന്ന് വെച്ചാൽ പരസംഖ്യ കൊണ്ട് 26 സാധനം വേണം. ആ 26 സാധനം എന്ന് പറഞ്ഞാൽ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞ ആ ക്ഷേത്രമാണ്. നമ്മുടെ ശരീരം പോലെ തന്നെ ക്ഷേത്ര നിർമ്മാണം ചെയ്യണം. ക്ഷേത്രം എന്ന പദത്തിന് അനവധി അർത്ഥങ്ങളുണ്ടെങ്കിലും ദേവാലയ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ക്ഷീയതേ പാതകം എത്ര തേനേതം ക്ഷേത്രമുച്ചതേ എന്ന് സ്കാന്ദപുരാണം ഉദ്ഘോഷിക്കുന്നു. ക്ഷതാത്രായതേ എന്ന് ചിലർ പറയുന്നു. ക്ഷീയതേ പാപം അനേന എന്ന് ചിലർ ഉപദേശിക്കുന്നു. അനവധി നിഗൂഢ രഹസ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ക്ഷേത്രം എന്ന പദം കൊടുത്തിരിക്കുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ 26 സാധനം വേണം. എന്തൊക്കെയാണ്? ഗർഭഗ്രഹം ശിരപ്രോകൃതം അന്തരാളം മുഖം ദധാ മഹാമണ്ഡപം കുക്ഷിസ്യാൽ പ്രാകാരം ജാനുജംഘയോഹോ. ഇങ്ങനെ പോന്ന് ഗോപുരം ദേവപാദം സ്യാൽ. എന്താ കുഴപ്പമില്ല. ഗോപുരം ദേവപാദം സ്യാൽ. ഗോപുരം വരെ വരുമ്പോൾ മനുഷ്യ പഞ്ചവിംശതി തത്വങ്ങളാവുന്ന 25 സാധനങ്ങൾ വരും. അതിലെ മടപ്പള്ളി വരും, ശ്രീകോവിൽ വരും, കെനവ് വരും, ബലിക്കല്ല് വരും, ബലിക്കല്ലുകൾ വരും. അത് പഞ്ചപ്രാകാരങ്ങളാകുന്ന പഞ്ചകോശങ്ങളിൽ കൂടി ക്ഷേത്ര നിർമ്മാണം ചെയ്യണം. ആ 25 സാധനങ്ങളിൽ ഈശ്വര സാക്ഷാത്കാരവും കൂടി ചേരുമ്പോൾ 26 തികയുന്നു. അപ്പോൾ അതിനകത്തൊരു പ്രതിഷ്ഠ വേണ്ടി വരും. എന്താണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പീഠികാതു ഭവേൽ ശക്തി ബിംബന്തു പരമേശ്വര തയോർ യക്രിയതേ യോഗ സാ പ്രതിഷ്ഠേതി കീർത്തിത. പീഠം പരാശക്തിയായിട്ടും ബിംബം ഈശ്വര സാക്ഷാത്കാരമായിട്ടും നിർമ്മിച്ച് അതിൻ്റെ കണക്കുകളെല്ലാം ശരിയാക്കി ശ്രീകോവിലുണ്ടാക്കി ആ ശ്രീകോവിലിലും ഈ പറയുന്ന പഞ്ചവിംശ തത്വങ്ങൾ അടക്കിയിരിക്കണം. ആ പണിയിൽ പാതുകം ജഗതി കുമുദം ഗളം പടി പ്രസ്തരം വളരെ അവസാനപ്പല വരെ കഴിഞ്ഞ് താഴെക്കുട വരെ വരുമ്പോൾ അതുമ്പോൾ ഈ 25 സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണം. അതില് ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് തന്ത്രിമാര് അതിന്റെ ക്രിയാതുകളെല്ലാം വേണ്ട രൂപത്തിൽ ചെയ്ത് ആ പരാശക്തിയാകുന്ന പീഠത്തിൽ ഈശ്വര സാക്ഷാത്കാരമാകുന്ന ആ ചൈതന്യത്തെ ഇതിൽ പ്രതിഷ്ഠിച്ച് പൂജ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പ്രതിഷ്ഠ തന്നെയാണ്. പുഷബ്ദ പുരുഷം വക്രി ജേതി ജായാർത്ഥവാചക
പുംസി ജായാലയ പൂജ ചേതി തന്ത്രവിദോ വിദു. ഈ പുംസ്ത്വത്തെയും ജായാത്വത്തെയും, അതായത് സ്ത്രീത്വത്തെയും കൂടി ചേർത്ത് ആ ചൈതന്യത്തെ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നവശക്തിയാത്മകം അഷ്ടബന്ധം വിദു, നവശക്തിയാത്മകമാവുന്ന അഷ്ടബന്ധത്തെ വെച്ച് കലശമാടുമ്പോൾ ക്ഷേത്രം ക്ഷേത്രമായി തീരുന്നു. കലശം എന്ന് പറയാനുള്ള കാരണം എന്താ? കലാസ്തു ശേരതേ യസ്മാത് കലശ പരിഗൃഹ്യതേ എന്നാണ്. അതായത് ഒരു ഭക്തൻ നടയിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ വല്ലഭേശ്വര, ഞാൻ ഒരു കല്യാണം ചെയ്തിട്ട് 5-10 കൊല്ലമായി, എനിക്കൊരു കുഞ്ഞില്ല എന്ന് പ്രാർത്ഥിച്ചാൽ ആ ബിംബത്തിൽ നിന്ന് സൃഷ്ടികല ഇവന്റെ ആത്മാവിലേക്ക് പ്രതിഫലിക്കണം, ഇന്ദ്രിയങ്ങളിലേക്കും. മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ല, എന്റെ പരിസരത്തുള്ളതെല്ലാം ശത്രുക്കളാണ്, ഭഗവാനെ അത് നേരാക്കി തരണം എന്ന് പറഞ്ഞാൽ സംഹാരകലവർ. മറ്റൊരു വ്യക്തി പറയുന്നത് അങ്ങനെയല്ല, പൈസ ഉണ്ടായിട്ടും എനിക്ക് വീട് പണിയാൻ പറ്റുന്നില്ല, തറകെട്ടിയിട്ട് 5 കൊല്ലമായി, അതൊന്ന് നേരാക്കി തരണം എന്ന് പ്രാർത്ഥിച്ചാൽ രക്ഷാകല ഇവനിലേക്ക് വരണം. ഇങ്ങനെയുള്ള അനവധി കലകളെ ഈ ബ്രഹ്മകലശത്തിൽ തന്ത്രിമാർ ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തി കഴിഞ്ഞ് അത് യഥാവിധി ആ കലകളെയെല്ലാം ഈ ബിംബത്തിൽ അഭിഷേകം ചെയ്ത് ശയിപ്പിക്കുന്ന പ്രക്രിയയാണ് കലശാഭിഷേകം. അങ്ങനെയുള്ള ആ കലശാഭിഷേകം ചെയ്താൽ ആ കലശത്തിന്റെ ശക്തി കൊണ്ട് 12 കൊല്ലം വരെ അത് അതിൽ നിലനിൽക്കും. അത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ചാർജ് തീരുന്നത് പോലെ ആ ബിംബത്തിൽ നിന്ന് കലകൾ കുറയാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും അഷ്ടബന്ധ കലശം ചെയ്ത് ചൈതന്യപുഷ്ടി വരുത്തണം. ബാറ്ററി വീണ്ടും ചാർജ് വെപ്പിക്കുന്നത് പോലെ തന്നെ. അങ്ങനെയുള്ള ആ ക്ഷേത്രം പഞ്ചപ്രാകാരങ്ങളുടെ ഉള്ളിലായിരിക്കണം എന്നൊരു നിയമമുണ്ട്. ബഹിർഹാര, അന്തർഹാര, പ്രദക്ഷിണവീഥി, വല്യമ്പലം, അതിനകത്തൊരു തിരുമുറ്റം, അതിൽ ശ്രീകോവിൽ. ആ ശ്രീകോവിലിനെ അനുസരിച്ച് മാതൃകാപരമായിട്ട് ശില്പിശാസ്ത്ര ന്യായേന ഓരോ അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ളതുപോലെ തന്നെ ഓരോ